ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു പക്കവട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 4 മണി പലഹാരം. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അധിക വീടുകളിലും ചക്ക കിട്ടലുണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലേലും ചക്ക ഉണ്ടാവില്ലേ. ഇപ്പോഴും ഇങ്ങനെ ചക്കച്ചോളം ഇരിഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. 1-2 വട്ടമൊക്കെ കഴിക്കാന്നല്ലാതെ പിന്നെ അത് മടുക്കും. അപ്പോൾ നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അമ്മ വീട്ടിലുണ്ടായതുകൊണ്ട് ചക്കച്ചോളം ഇരിഞ്ഞൊക്കെ അമ്മ തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയല്ലോ, ചക്കക്കൂട്ടാനും പലവകയും. അപ്പോൾ അതിൻ്റെ ബാക്കി ചക്ക ഉണ്ടായിന്, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു പുളിപ്പ് വന്നിട്ടുണ്ട്, നല്ലോണം മധുരം വെച്ചിട്ടില്ല, എന്നാൽ ചെറിയൊരു പുളി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പലഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ ചെറിയ പുളിപ്പുള്ള ചെറിയൊരു മധുരവും പുളിയൊക്കെ ഉള്ള അങ്ങനത്തെ ചക്കയാണെങ്കിൽ ഏറെ വിശേഷമായിട്ടോ. ഇനി പച്ച ചക്കയാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്നുണ്ടെങ്കിൽ പച്ചച്ചക്ക കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. പച്ചച്ചക്ക കൊണ്ട് നമുക്ക് വടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പക്കവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചക്കൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ, ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കട്ടെ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചക്ക അരിഞ്ഞിട്ട് കഴുകണ കണ്ടപ്പോൾ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിനി ചക്ക കഴുകൂല താത്താന്ന് പറഞ്ഞിനി. ചക്ക കഴുകിയത് എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ആ ചക്ക മുറിച്ചൊരതാപം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിന്മേൽ മണ്ണും കാര്യങ്ങളൊക്കെ അയക്കണമെന്നൊരു തോന്നല്. അപ്പം ശരിക്കൊരു വൃത്തി തോന്നായിട്ട് ഞാൻ കഴുകിയതാണ് കേട്ടോ. അപ്പോൾ കേട്ടോ നമ്മളെ ചക്കച്ചോളൻ്റെ കുരുവൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ അപ്പോൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. നമുക്കിത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പം അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ കേട്ടോ ഇത് ഞാൻ ഒക്കെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചക്കൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് പലഹാരം ഉണ്ടാവും ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജാറാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ജാറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടിട്ടെ. അപ്പോൾ കേട്ടോ നമ്മളെ ചക്ക ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു ചക്ക ചെറുതായിട്ട് ഒരു മധുരം ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ. അപ്പം പഴുപ്പ് വരുന്നതുകൊണ്ടേ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ ചക്ക നല്ല പച്ച ചക്കയാണെങ്കിലും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ തന്നെ അരഞ്ഞു കിട്ടും. പിന്നെ ചെറിയ ചെറിയ തരിപ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പച്ച ചക്ക ആകുമ്പം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ ജാറിലിട്ട് കൊടുത്താണ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിനൊന്നും അധികം മെനക്കേടില്ല കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഇതൊക്കെ. നമ്മളിങ്ങനെ അധികം മെനക്കെട്ട് ഉണ്ടാക്കണ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നമുക്കൊരു മടിയേക്കാരം. ഇങ്ങനത്തെ പലഹാരം ആകുമ്പോൾ അങ്ങനെ മെനക്കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് അവിടെ 2 പ്രാവശ്യമാക്കിയിട്ടിട്ട് ചക്ക ജാറിലിട്ടിട്ട് അടിച്ചെടുത്തത് ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട്ടോ ഇതിലുണ്ട് ചെറിയ ചെറിയ തരിപ്പൊക്കെ, അതൊന്നും കുഴപ്പമില്ല. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് കടലമാവാണ് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് മൈദയാണ്. മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു സവാള ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും പച്ചമുളകുമാണ് കേട്ടോ. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ ഇവിടെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയില അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കും നമ്മൾ സ്നാക്സിന്. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ചതച്ചതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. അതേപോലെ ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. ചിക്കൻ മസാല ബീഫ് മസാലയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കൂടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തൂല. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതേപോലെ അതിൻ്റെ ആ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെ പലഹാരത്തിന്. അപ്പോൾ ഞാനത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്.
സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാനിത് അവിടെ വന്ന് അടുപ്പൊക്കെ കത്തിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ചൂടായി ഓയിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ മഴക്കാറുണ്ടേനും ചെറുതായിട്ട്, അപ്പോൾ മഴ അങ്ങനെ ചെറുതായിട്ട് ഉറ്റണുണ്ടായിനും. അപ്പോൾ നമ്മളെ എണ്ണയ്ക്കൊക്കെ മഴ ഉറ്റണുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ നടക്കൂല. പിന്നെ ഗ്യാസുമ്മ വെക്കാൻ നോക്കുമ്പോൾ ഗ്യാസും തീർന്നു കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, ഒക്കെ ഒരേ സമയത്താവും ആവുക. അപ്പോൾ എന്തായാലും ഇപ്പം ഗ്യാസ് എന്തായാലും കിട്ടൂല. അപ്പോൾ ഞാനിത് കരണ്ടടുപ്പുമ്മ കൊണ്ടുവന്നിട്ട് കരണ്ടടുപ്പുമ്മ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചട്ടി ഇതാ നേരെ കരണ്ടടുപ്പുമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോത്തേക്ക് മഴവെള്ളം ഉറ്റിയതാട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികൾ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പൊരിയാലോ, ചൂടുള്ള എണ്ണയ്ക്ക് മഴവെള്ളം ഉറ്റുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കൂലേ. അപ്പം ഞാൻ വേഗം കരണ്ടടുപ്പുമ്മ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി സ്പൂൺ കൊണ്ട് ഇത് അതേപോലെ ഇങ്ങനെ കോരിയിട്ട് കൊടുത്താൽ മതി. കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ പൊക്കവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചക്ക കൊണ്ട് വടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. ഇനി ഇപ്രാവശ്യം ഇൻഷാ അല്ലാ പച്ച ചക്ക കിട്ടുന്ന സമയത്ത് നമുക്ക് ഒഴിവുള്ള സമയത്ത് ഉണ്ടാക്കിയ റെസിപ്പി വേണമെങ്കിൽ കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്പൂൺ കൊണ്ട് ഇതിലേക്ക് കോരിട്ട് കൊടുത്തപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്തല്ലോ, ആ തൈര് ചേർത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതേപോലെ നല്ലോണം എണ്ണയിലിട്ടിട്ട് മൊരിയിച്ചെടുക്കണം. എന്നിട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടാറ് ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ അല്ലേ, ആ ഒരു മഴ പെയ്യണ സമയത്തൊക്കെ നമുക്ക് 4 മണി ചായൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഈ ഒരു പൊക്കവട. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇതാ കളറൊക്കെ മാറി വന്നപ്പോൾ എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്നും കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ എവിടെയും കണ്ടതൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. ചക്ക കൊണ്ട് നമുക്ക് പക്കവട ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും നോക്കാമെന്ന് പറഞ്ഞാണ്ട് മക്കളെന്തായാലും 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കി തരുമ്പോൾ വെച്ച് ചോദിച്ച് നടക്കേനി. അപ്പോൾ ചക്ക ഏതായാലും അവിടെ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ. അപ്പോൾ സക്സസ് ആയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നു. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് അവിടെ ലാസ്റ്റ് ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചിങ്ങനെ ചെറുതായിട്ട് മധുരം വെച്ച ചക്ക കൊണ്ടാണല്ലോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ. ചെറിയൊരു മധുരവും എരിവും പിന്നെ നമ്മൾ ചേർത്ത തൈരിൻ്റെ ചെറിയൊരു പുളിയും ഒക്കെ കൂടെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെടുത്ത ആ ഒരു ചക്ക കൊണ്ട് ഇത്രയും പലഹാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ മക്കൾ കോരി കൊണ്ടുപോകണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് എടുത്ത് കൊണ്ടുപോകണമൊക്കെ ഉണ്ട്. എന്നാലും ഇതാ ഇത്രയും പലഹാരം നമുക്കിതിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റും ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതാ കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടാണ് ഉള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ചക്ക വെച്ചിട്ട് റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ട് ഇനി ഇൻഷാ അല്ലാ എനിക്ക് അറിയുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലേ. ഈ ഒരു പലഹാരം പിന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതായതുകൊണ്ട് ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ മക്കൾക്ക് കടയിൽ നിന്ന് ബേക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കണ കാട്ടിലും നല്ലതാണ്. പിന്നെ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചക്കയൊക്കെ ആകുമ്പോൾ അല്ലേ, ചക്കയൊന്നും ഇഷ്ടമല്ലാത്ത മക്കളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തായാലും ചായയൊക്കെ കുടിക്കട്ടെ. നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.